ആപ് കി അദാലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കുമാർ വിശ്വാസിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ചതി ചെയ്തു എന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിലെ ഒരു മന്ത്രിയായ ഗോപാൽ റായ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ MCD ഇലക്ഷനിൽ തോറ്റതിന് ശേഷം കേജ്രിവാൾ ഗവൺമെന്റിനെ താഴെയിറക്കാൻ ശ്രമിച്ചു എന്നല്ല, ചതിക്കാൻ നോക്കിയെന്നാണ് പറയുന്നത്. നോക്കൂ, പാർട്ടിയിൽ ചിലർ പറയാറുണ്ട്, അതും സഞ്ജയ് സിംഗ് പറയാറുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? ഇത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ നാണക്കേട് തന്നെയാണ്. ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് ഇത്രയും അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നിങ്ങൾ രാജസ്ഥാൻ കൊടുത്തു. അത് മാത്രമല്ല, 2-3 AC മീറ്റിംഗിലേക്ക് വിളിച്ചു. മറ്റൊന്ന്, വീട്ടിൽ മെമ്പർമാരെ കാണാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് എല്ലാ മെമ്പർമാരും വരാറുണ്ട്. അതായത് എപ്പോഴൊക്കെ നിങ്ങളുടെ ആളുകൾ അഹങ്കാരം കാരണം അംഗങ്ങളെ ചീത്ത പറഞ്ഞയച്ചോ, എപ്പോഴൊക്കെ നിങ്ങൾ കാണാതിരുന്നോ, എപ്പോഴൊക്കെ പണി നടക്കാതിരുന്നോ, എപ്പോഴൊക്കെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ എൻ്റെ അടുത്ത് അവർ വരിക തന്നെ ചെയ്യും. പിന്നെ ഞാൻ പോയി ഈ കാര്യം പറയും, മെമ്പർമാരൊക്കെ വളരെ ദേഷ്യത്തിലാണുള്ളത്, അവരോട് പോയിട്ട് ഈ പ്രശ്നത്തെപ്പറ്റി ചോദിക്കുമെന്ന്. സോ ഞാൻ മുന്നേ തന്നെ പറഞ്ഞതാണ്, യുദ്ധത്തിന്റെ തന്നെ ഒരു ചെറിയ നിയമമാണിത്. നിങ്ങൾ ഏത് വഴിയിലൂടെയായാലും ശരി അഭിമന്യുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന്. പക്ഷേ മൃതദേഹം വെച്ച് കളിക്കരുതെന്നും പറഞ്ഞു. കാരണം അതിൻ്റെ അടുത്ത് കഴുകന്മാരെ വരികയുള്ളൂ. നിങ്ങളുടെ നിലവാരം അത്രയ്ക്കും താഴ്ന്നു എന്നാണോ? അതായത് കഴുകൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രം. പിന്നെ ഈ പ്ലാൻ എങ്ങനെ നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ പ്ലാൻ ഇടുമ്പോൾ ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഈ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും നിങ്ങൾ അജ്ഗർ ഗുപ്തയുടെ അടുത്ത് ചോദിക്കുന്നത് 7 മാസം മുന്നേ എന്തായിരുന്നു സംഭവിച്ചതെന്ന്. ഞാൻ കുംഭകർണനെ പറ്റി കേട്ടിട്ടുണ്ട്, അതുപോലെ 7 മാസത്തിന് ശേഷം എഴുന്നേൽക്കുന്ന ഒരാൾ ആദ്യമായിട്ട് കാണും. പക്ഷേ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കപിൽ മിശ്രയെ കൂടെ മന്ത്രാലയത്തിൽ നിന്ന് നീക്കാൻ ശ്രമിച്ചു എന്ന്. കാരണം അദ്ദേഹവും താങ്കളോടൊപ്പം പങ്കെടുത്തു എന്ന്. അല്ല, എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ നേതാവിനെ നേരെ ചോദ്യം ചോദിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി കപിൽ മിശ്ര പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞത് അദ്ദേഹം ശരിക്കും വെള്ളം കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതെന്ന്. ഒന്നുകിൽ അദ്ദേഹം നുണ പറയുന്നു, അല്ലെങ്കിൽ ഇവർ നുണ പറയുന്നു. പക്ഷേ രണ്ടുപേരും ഒരേ മന്ത്രിസഭയിലാണുള്ളത്. അപ്പൊ നോക്കൂ സാർ, ഒരേ മന്ത്രിസഭയിൽ ഇങ്ങനെ 2 മനസ്സോടെയുള്ള ആളുകളുള്ളത് ഒരിക്കലും നല്ലതല്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊരു നല്ല മന്ത്രിസഭ അല്ലെന്നും പറയാം. ഞാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനെതിരെ നടപടി എടുക്കണം. ആരാണോ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് എടുത്തു കൊണ്ടുപോയി പുതിയ സ്റ്റാൻഡ് കൊണ്ടുവന്നത്, അതുപോലുള്ള മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഉറപ്പായിട്ടും നടപടി എടുക്കണം. അവര് പറയുന്നത് താങ്കൾക്ക് BJPയുടെ കൂടെ ഒരു സൗഹൃദം ഉണ്ടെന്നാണ്. എമർജൻസിയുടെ മുന്നേ ഇന്ദിരാജിയുടെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും നടക്കുമെന്ന് പറയുമായിരുന്നു. സ്നേഹം കൂടിയാൽ അതിൽ സംഘത്തിന് കൈയുണ്ടെന്നും പറയുമായിരുന്നു. ഒരു കാലത്ത് തമാശ പറയാറുണ്ട്, അതായത് ഞാൻ പഴയ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. അല്ല, ആരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതായത് എനിക്ക് BJPയുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് ആരാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സർ? കാരണം മേലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ മേലെയുള്ളത്? മേലെയുള്ളവർക്ക് ഉറപ്പായിട്ടും വന്ന് പറയാലോ. താഴെയുള്ളവരോട് മേലെയുള്ളവർക്ക് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അതായത് BJP എന്താണോ പറയുന്നത് അതാണ് താങ്കളും പറയുന്നതെന്ന്. അതായത് കാശ്മീരിൽ വെച്ച് നരേന്ദ്രമോദി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് താങ്കളും പറഞ്ഞത്. അപ്പോൾ ചോദ്യങ്ങൾ വരുമല്ലോ. സാർ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ കേട്ടോളൂ. അതായത് ആക്രമണം നടക്കുന്ന സമയത്ത് അതിലെ സൈനിക ബലത്തെ ഞാൻ അഭിനന്ദിച്ചില്ലെങ്കിൽ ഞാൻ BJP ആയിട്ട് മാറി. ഇതെന്തൊരു വിചിത്രമായ കാര്യമാണ് സാർ. അതായത് BJP ഒരു നല്ല കാര്യം ചെയ്താൽ അതിലെ മെമ്പറായിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധി സഭയിലെ പോലീസുകാരുടെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ പെരുമാറി. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാനും പറഞ്ഞു. ഞാൻ എൻ്റെ പാർട്ടിയുടെ ആദ്യത്തെ മെമ്പറാണ്. ഞാനപ്പോൾ അത് ട്വീറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു. നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയം തുടങ്ങുകയാണ്, ഞാൻ അതിന് ആശംസകളും അറിയിച്ചു. ആര് നന്മ ചെയ്താലും, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും, നമ്മൾ അഭിനന്ദിച്ചേ തീരും. അതുപോലെ തിന്മ ചെയ്താലും അത് നമ്മൾ തുറന്നു തന്നെ പറയണം. കഴിഞ്ഞ 1 വർഷത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആശയങ്ങൾക്കെതിരായി, മാത്രമല്ല അദ്ദേഹത്തിനുമെതിരായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉച്ചത്തിൽ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ ശരിക്കും സംസാരിക്കേണ്ടവരെല്ലാം മൗനമായിട്ടിരിക്കുകയാണ്. ഞാൻ ഒരാൾ മാത്രമേ എതിർക്കുന്നുള്ളൂ. എന്നിട്ടും ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു. ഇതൊക്കെ തെറ്റല്ലേ സാർ? എന്താ JNUവിൽ എന്താണ് സംഭവിച്ചത്? പാർട്ടി ലൈനിന് എതിരായിട്ടല്ലേ താങ്കൾ സംസാരിച്ചത്? അതെ സാർ, JNUവിൽ രാജ്യം 2 കഷ്ണമാവെന്ന് പറഞ്ഞു. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ ആദ്യത്തെ ട്വീറ്റ് നോക്കൂ സാർ. എൻ്റെ ആദ്യത്തെ ട്വീറ്റിൽ തന്നെ ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ചോദ്യം ചോദിച്ചു, സാർ നിങ്ങളൊരു ആഭ്യന്തരമന്ത്രിയാണ്, ഡൽഹി പോലീസ് നിങ്ങളുടെ കയ്യിലാണ്, എന്നിട്ടും ഇത്തരം ഒരു മുദ്രാവാക്യം വന്നെങ്കിൽ അത് നിങ്ങളുടെ ദോഷമാണ്. ഇങ്ങനെ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ആ 16 പേര് എങ്ങോട്ടോ ഓടിപ്പോവുകയാണ് ഉണ്ടായത് സാർ. അപ്പോൾ ഡൽഹി പോലീസിനെ കൊണ്ട് എന്തിനു കൊള്ളാം? ഞാൻ ആദ്യം ആഭ്യന്തരമന്ത്രിയോടാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം NSPയുടെ അടുത്ത്. പിന്നെ മൂന്നാമത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കണ്ടാണെന്നും പറഞ്ഞു. JNU നന്നായിരിക്കണം സാർ, കാരണം അത് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും സാർ. പക്ഷെ അവിടെ പോയി ആരെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ സാർ? ഞാൻ ആരും ഓർത്തും പേടിക്കാറില്ല സാർ. ഞാൻ എല്ലാം എതിർത്ത് സംസാരിക്കുന്നവനാണ്. ഇതിലെന്താണ് തെറ്റുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞു, പഴയ സൗഹൃദത്തെ പുതിയ ശക്തി കണ്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ലെന്ന്. പഴയ സൗഹൃദത്തെ നമ്മൾ പുതിയ ബലം കണ്ട് വിലയിരുത്താൻ പാടില്ല. മാത്രമല്ല, സൗഹൃദത്തിന്റെ പൂട്ട് നമ്മൾ ചതിയുടെ താക്കോൽ ഉപയോഗിച്ച് തുറക്കണ്ട. ആ ബന്ധത്തിന്റെ പൂട്ട് ചതി കൊണ്ട് തുറക്കാൻ പാടില്ല. അതുപോലെ ഇന്നലെ വരെ എന്റെ സംസാരം കേട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ചിലരൊക്കെ, അതായത് ഞാൻ സംസാരിക്കാൻ കൊതിക്കുന്നവരൊക്കെ ഇന്ന് എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് സാർ ന്യായമാവുക? നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വലിയ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നു. അതല്ലെങ്കിൽ നേരെ തിരിച്ചു ഉണ്ടാക്കുന്നതിൽ ചെറിയ പുള്ളിയൊന്നുമല്ല. കാരണം സുഷമ സ്വരാജ് യുണൈറ്റഡ് നേഷനിൽ സംസാരിച്ചതിന് ശേഷം അവരെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തത് താങ്കളാണ്. അല്ല, ഞാൻ
ഞാനപ്പോൾ ലണ്ടനിലായിരുന്നു. അപ്പോൾ ഞാനത് ഹോട്ടലിൽ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും പറയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ നടന്ന പ്രശ്നം കാരണം സുഷമാജി എന്നെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പോൾ അവർ എന്നെ അൺബ്ലോക്ക് ചെയ്തു, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലേ, ചെയ്തോട്ടെ. പക്ഷേ അവർ പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ സംസാരിച്ചപ്പോൾ അത് നോക്കി അവർ പ്രധാനമായിട്ടും ഹിന്ദിയിലാണ് സംസാരിച്ചത്, അത് നമ്മുടെ ഭാഷയിൽ. അപ്പോൾ ഏതൊരു ഹിന്ദി മാതാവാണോ ഇത് കൊടുത്തത്, ഏത് ഹിന്ദി മാതാവാണോ ആപ്കി അദാലത്തിൽ എന്നെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയത്, അതും എൻ്റെ ശത്രുക്കൾക്കെതിരായിട്ട് ഒരു നല്ല ആയുധമായിട്ട് ഉപയോഗപ്രദമാവുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ഇത് അഭിനന്ദിച്ചേ മതിയാവൂ. ഇത് പാർട്ടി ലൈനിനെ മറികടന്ന പോലെ ആവുമോ? ഞാൻ ലൈനിന്റെ പുറത്ത് പോയോ ഇല്ലയോ എന്ന് ഞാൻ പാർട്ടിയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സാർ നോക്കൂ, നല്ല കാര്യങ്ങൾ നല്ല കാര്യം എന്ന് തന്നെ തുറന്നു പറയണം. അതേപോലെ മോശം കാര്യങ്ങൾ മോശം കാര്യങ്ങളായിട്ടും നമ്മൾ എടുത്തു പറയണം. എനിക്കറിയാവുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ താങ്കൾ നരേന്ദ്രമോദിയെ പ്രശംസിക്കുമ്പോൾ അത് അരവിന്ദ് കെജ്രിവാളിന് ബുദ്ധിമുട്ടാകില്ലേ? സാർ, ഉറപ്പായിട്ടും ഞാൻ എല്ലാ സ്ഥലത്തും അരവിന്ദിനെ അഭിനന്ദിക്കും. ചിലപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 2002 മുതൽ നരേന്ദ്രമോദി എൻ്റെ സുഹൃത്താണ്. ഇതിനെപ്പറ്റി ഞാൻ കുറച്ചു നേരം മുന്നേ പറഞ്ഞേ ഉള്ളൂ. അതായത് എനിക്ക് പഴയ സൗഹൃദങ്ങൾ ഒരുപാടുണ്ടെന്ന്. എൻ്റെ പഴയ സോഴ്സിൽ ഞങ്ങൾ രാത്രി മുഴുവൻ ഒന്നിച്ചാണ് ഉണ്ടാവാറ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ രാഷ്ട്രീയം തുടങ്ങണമെന്നാണെങ്കിൽ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങായിരുന്നു. പക്ഷേ എനിക്കിതൊരു വ്യത്യസ്തമായ രാഷ്ട്രീയമാണെന്ന് തോന്നി. ഒരിക്കലും ഇത് നിഷ്പക്ഷമല്ല, ഇത് പക്ഷപാത രാഷ്ട്രീയമാണ്. അതായത് BJP കോൺഗ്രസ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയം. ഞങ്ങൾ ആ ധനികർക്കെതിരെ ഞങ്ങളുടെ പാവങ്ങളെ അയച്ചാലും ഞങ്ങളുടെ പാവങ്ങൾ ജയിച്ചു വരും. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഇവർ മുന്നേ വലിയ ആളായിരുന്നുവെന്ന്? അവർ ഞങ്ങളുടെ ആളുകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയി, അതും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും പോയി. ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിന് താങ്കൾ കവിതയൊന്നും എഴുതിയില്ലേ? അതെ, ഞാനൊരു കവിത എഴുതിയിരുന്നു. ഒരു 10 ദിവസം മുന്നേ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. ഞാൻ 3 ദിവസം കൊണ്ടൊരു കവിത എഴുതി. പിന്നെ നോക്കൂ, എപ്പോഴും എൻ്റെ അടുത്തൊരു കാര്യം പറയാറുണ്ട്, അതായത് ചെങ്കോട്ട സമ്മേളനത്തിൽ വെച്ചും പറയാറുണ്ട്, എൻ്റെ നേതാവ്, എൻ്റെ സഹോദരൻ ദിൻകർജി നെഹ്റുജിയുടെ അടുത്തൊരു കവിത പാടിയിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ എന്നെപ്പറ്റി കവിത എഴുതാത്തത്, നമ്മൾ അടുത്ത സുഹൃത്തുക്കളല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനമായിട്ട് ഒരു നല്ല കവിത എഴുതി. ഇപ്പം ഞാൻ ആ കവിത ഇവിടെ ചൊല്ലാം, താല്പര്യമുള്ളവർ കേട്ടിരുന്നോളൂ. പിന്നെ ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് 47, 77, 15, 17 എല്ലാ കലാപങ്ങൾക്കും ശേഷം മാറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയുള്ള ഒരു കവിതയാണിത്. ഇതിലെ ഒരു പാരഗ്രാഫ് നേതാക്കന്മാരെ പറ്റി, പിന്നെ അടുത്തത് വർക്കേഴ്സിനെ പറ്റി, പിന്നെ ലാസ്റ്റ് ഒന്ന് എന്നെ പറ്റിയും. ഞാൻ ചൊല്ലാൻ പോവുകയാണ്, കേട്ടോളൂ. ആ നേതാവ്, ഈ നേതാവ് നിങ്ങൾ പോസ്റ്ററിൽ കാണാറില്ലേ? വലിയ ഗണപതി, ചെറിയ ഗണപതി, ചെറിയ ഗണപതി, ചെറിയ ഗണപതി, അങ്ങനെ. प्रतिमाओं में पूजा उलझी, विधियों में उलझा भक्ति योग, सच्चे मन से षड्यंत्र रचे, झूठे मन से सच के प्रयोग। सच्चे मन से षड्यंत्र रचे, झूठे मन से सच के प्रयोग। जो प्रश्नों से डह जाए वो, जो प्रश्नों से डह जाए वो, किरदार बनाकर क्या पाया। जो प्रश्नों से डह जाए वो, किरदार बनाकर क्या पाया। जो शिलालेख बनता उसको अखबार बनाकर क्या पाया। प्रतिमाओं में पूजा उलझी, विधियों में उलझा भक्ति योग, सच्चे मन से षड्यंत्र रचे, झूठे मन से सच के प्रयोग। जो प्रश्नों से डह जाए वो, किरदार बनाकर क्या पाया। जो शिलालेख बनता उसको अखबार बनाकर क्या पाया। ആദ്യത്തെ പാരഗ്രാഫ് കേൾക്കൂ. कि तुम निकले थे लेने स्वराज, ഒരു കവിയുടെ മഹത്വത്തെപ്പറ്റി പറയുകയാണ്, അത് അവിടെയുള്ളവർ മനസ്സിലാക്കും. कि तुम निकले थे लेने स्वराज, सूरज की सुर्ख गवाही में। तुम निकले थे लेने विकास, ഡൽഹിയിലുള്ളവരും ഇത് കേൾക്കണം. तुम निकले थे लेने विकास, सूरज की सुर्ख गवाही में। पर आज स्वयं टिमटिमा रहे जुगनूसी नौकरशाही में। पर आज स्वयं टिमटिमा रहे जुगनूसी नौकरशाही में। सब साथ रहे, सब उत्सुक थे तुमको आसन तक लाने में। सब साथ रहे, सब उत्सुक थे तुमको आसन तक लाने में। कुछ सफल हुए निर्वीर्य तुम्हें यह राजनीति समझाने में। कुछ सफल हुए निर्वीर्य तुम्हें यह राजनीति समझाने में। ആക്രമിക്കുന്നവർ इन आत्म प्रवंचित बौनों का, इन आत्म प्रवंचित बौनों का दरबार बनाकर क्या पाया। जो शिलालेख बनता उसको अखबार बनाकर क्या पाया। प्रतिमाओं में पूजा उलझी, विधियों में उलझा भक्ति योग। ചെന്ന കഴിച്ചുകൊണ്ട് കുട്ടികൾ തല്ലുകൂടാറുണ്ട്.
ആ കുട്ടികളെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, കാരണം ആ കുട്ടികൾ അവരുടെ ജോലി നിർത്തി വന്നിരിക്കുകയാണ്. कितनी पीड़ा कितनी आहें कितने आंसू कितनी रातें, कितनी पीड़ा कितनी आहें कितने आंसू कितनी रातें, सरकारी तिरस्कार सहकर भी कोई मोल नहीं मांगे, सरकारी तिरस्कार सहकर भी कोई मोल नहीं चाहे, महलों के राजभोग शबरी माता की झूठन क्या जाने, महलों के राजभोग शबरी माता की झूठन क्या जाने, सत्ता के सहचर संघर्षी सपनों की टूटन क्या जाने, सत्ता के सहचर संघर्षी सपनों की टूटन क्या जाने, खुद से अधिकार छिने ऐसी, खुद से എന്നെ ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? खुद से अधिकार छिने ऐसी सरकार बनाकर क्या पाया, जो शिलालेख बनता उसको अखबार बनाकर क्या पाया, प्रतिमाओं में पूजा उलझी. അവസാനത്തെ പാരഗ്രാഫ് എനിക്ക് വേണ്ടി പാടുകയാണ്. हम शब्द वंश के हरकारे सच कहना अपनी परंपरा, ആർക്കും നെഹ്റു ആകാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ ദിനകർ ആവാൻ വേണ്ടി ശ്രമിക്കും. हम शब्द वंश के हरकारे सच कहना अपनी परंपरा, हम उस कबीर की पीढ़ी जो बाबर अकबर से नहीं डरा, हम उस कबीर की पीढ़ी जो बाबर अकबर से नहीं डरा, पूजा का दीप नहीं डरता इन षड्यंत्री आभाओं से, पूजा का दीप नहीं डरता इन षड्यंत्री आभाओं से, वाणी का मोल नहीं चुकता अनुदानित राज्य सभाओं से, पूजा का दीप नहीं डरता इन षड्यंत्री आभाओं से, वाणी का मोल नहीं चुकता अनुदानित राज्य सभाओं से, जिसके विरुद्ध था युद्ध, ഈ രാഷ്ട്രീയം, കോൺഗ്രസ്, BJP ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? जिसके विरुद्ध था युद्ध उसे हथियार बनाकर क्या पाया, जो शिलालेख बनता उसको अखबार बनाकर क्या पाया, प्रतिमाओं में पूजा उलझी विधियों में उलझा भक्ति योग, सच्चे मन से षड्यंत्र रचे झूठे मन से सच के प्रयोग, जो प्रश्नों से डह जाए वो किरदार बनाकर क्या पाया, जो शिलालेख बनता उसको अखबार बनाकर क्या पाया. താങ്കളുടെ ഉള്ളിലുള്ള കവി എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞു. ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിന് പോലും എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ കവിത ചരിത്രത്തിലൊരു നല്ല സ്ഥാനം പിടിക്കും. എൻ്റെ ആയുസ്സും നിങ്ങളുടെ ആയുസ്സും ആ ദൈവം തീരുമാനിച്ചിട്ടുള്ള ഒന്നാണ്. 100 വർഷം ഈ ലോകത്ത്, അതായത് 100 വർഷം ജീവിക്കണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ നോക്കൂ, നമുക്ക് വാക്കുകളില്ല. കാലം കടന്നു പോകുമ്പോൾ, എന്നെങ്കിലും ഒരിക്കൽ വിചാരണ നടക്കുമ്പോൾ, കാലത്തിന്റെ നീതിപീഠത്തിൽ, നിങ്ങളുടേതല്ല, കാലത്തിന്റെ നീതിപീഠത്തിൽ ഇതിനെപ്പറ്റി വിചാരണ നടത്തിയാൽ എൻ്റെ ശരീരം ഇല്ല എങ്കിൽ കൂടി എൻ്റെ സാക്ഷിയായിട്ട് ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് ഇത് ഉറപ്പായിട്ടും വിളിച്ചു പറയും. അത് തീർച്ചയായ കാര്യമാണ്.